നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നലെ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി എന്ന് തന്നെ പറയണം. അതിനുള്ളൊരു കാരണമുണ്ട്. സോ ആ ഒരു കാരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളൊരു സഞ്ജു സാംസൺ ഫാൻ ആണെങ്കിൽ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്കറിയാം സഞ്ജു സാംസൺ ഇന്നലെ ബാറ്റ് കൊണ്ട് അത്ര വലിയ ഇന്നിങ്സ് അല്ല കാഴ്ചവെച്ചത്, എങ്കിൽ പോലും ടീമിന് ജയിക്കാൻ പറ്റുന്നൊരു ഇന്നിങ്സ് അദ്ദേഹം കാഴ്ചവെച്ചു. അതായത് ആ ഒരു പാർട്ണർഷിപ്പ്, സഞ്ജു ജയ്സ്വാൾ പാർട്ണർഷിപ്പ് ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് അതൊരു നല്ല കാര്യമായിട്ട് മാറി. സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ശ്രേയസ് അയ്യറിൻ്റെ ഒരു റെക്കോർഡാണ്. അതായത് കഴിഞ്ഞ 8 മത്സരങ്ങൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ പരാജയപ്പെട്ടില്ല. 8 മത്സരങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ KKRന് വേണ്ടി കളിച്ച 6 മത്സരങ്ങളും അതുപോലെ ഈ ഒരു 2 മത്സരങ്ങൾ കൂടിയാണ് 8 മത്സരങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 8 മത്സരങ്ങളിൽ അൺബീറ്റൺ ആണ് ശ്രേയസ് അയ്യർ. അദ്ദേഹത്തെയാണ് തകർത്ത് വിടുന്നത് സഞ്ജു സാംസൺ. സോ എന്തായാലും വേറെ ലെവൽ എന്ന് തന്നെ പറയണം. അതിൻ്റെ താഴോട്ടൊന്നും പറയാൻ സാധിക്കില്ല. സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് ടീം നമ്മൾ ശരിയല്ല, അതായത് ഒരു ടീം ജയിക്കുമ്പോൾ ക്യാപ്റ്റൻ്റെ പേര് മാത്രം എടുത്തു പറയുന്നത് ശരിയല്ല. കാരണം എല്ലാവരും ഒരുമിച്ച് നല്ലവണ്ണം കളിച്ചിട്ടാണ് വിജയിച്ചത്. സോ നമ്മളൊരു സഞ്ജു സാംസൺ ഫാൻ ആയതുകൊണ്ടാണ് സഞ്ജു സാംസൺ എന്നൊക്കെ പറയുന്നത്. ബട്ട് അങ്ങനെയല്ല, അത്രയും മികച്ച രീതിയിൽ